ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സ് ഇന്നൊരു മീറ്റ് ചെയ്യാണ്. അതായത് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോവാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഭൂരിഭാഗം വീഡിയോസിലും നിങ്ങൾക്കറിയാം എൻ്റെ കോളേജും അവിടുത്തെ എൻ്റെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് അവരൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി, നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവില്ല അവരെ. അപ്പോൾ നമുക്ക് ഇന്ന് അവരെയൊക്കെ കാണാം കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. കുറേ നാൾക്ക് ശേഷം കേട്ടോ. ഐ തിങ്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുന്നത് ജൂണിന് ശേഷം ഇപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച്. അല്ലാതെ ഞാൻ കുറച്ച് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്ന് October 5th ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. കറങ്ങാൻ പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ എപ്പോഴും പോകാറുള്ള ലുലു മോളിലേക്ക് തന്നെ കേട്ടോ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 8:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാനും ജോസിനെയും അടുത്തടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ ഞാനിവിടുന്ന് ബസ് കയറുമ്പോൾ അവൾ വിളിച്ചു പറയാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ബസ്സിൽ കയറും, എന്നിട്ട് അങ്കമാലിൽ ഇറങ്ങും. അവിടെ നിന്ന് ആലുവയ്ക്ക് പോയിട്ട് മെട്രോയിൽ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കും സാന്ദ്രേനെയും ടെസ്സേനെയൊക്കെ വിളിക്കും. അപ്പോൾ അവർ മെട്രോയിലേക്ക് വരും. പിന്നെ റോസും വേറൊരു ടെസ്സയും അവിടെ തന്നെയാണ്, കാക്കനാട് ആ സൈഡാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം ഇറങ്ങാം. അപ്പം നമുക്ക് പോയാലോ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് ബസ് കയറിയിട്ടോ. എന്നിട്ട് ആലുവയിൽ മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിത് ഇവിടെ മെട്രോ സ്റ്റേഷൻ എത്തി. അത് കഴിഞ്ഞിട്ട് ഞാനും ജോസിനെയും ഇങ്ങനെ ചുമ്മാ നടക്കാണ് കേട്ടോ, അവരെ വെയിറ്റ് ചെയ്തിട്ട്. വഴിയെ വിശേഷങ്ങൾ കാണിച്ചതാട്ടോ. ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്, ടെസ്സ. എന്താ പറയാ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് സാന്ദ്രേനെ വെയിറ്റ് ചെയ്തിട്ടാണ്. കുറച്ച് നേരം കൂടി അവളെ നോക്കിയിട്ട് കണ്ടിലിനോട് പൊക്കോളാൻ പറഞ്ഞോളെ അവിടേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാന്ദ്രയും വന്നു. എന്നിട്ട് ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കാം കേട്ടോ. ഞാൻ വീണ്ടും വന്നു വൈഷ്ണവിൻ്റെ എന്തൊക്കെയുണ്ട് വിശേഷം? മുടി വെട്ടി മുടി വെട്ടി ഡ്രസ്സൊക്കെ പൊക്കം കുറഞ്ഞു. ജോസിനേക്ക് വണ്ണം വെച്ചു. ജോസിനൊക്കെ ശമ്പളം കിട്ടി. ഇത് ജോസിനയുടെ ട്രീറ്റ് ആയിരിക്കും. റോസിന്റെ ജോസിനേക്ക് ശമ്പളം കിട്ടിയപ്പോ ഇവിടുന്ന് നോക്കണേ. മൈൻഡിലുണ്ടായി. പണ്ട് കോളേജിൽ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഡിജിറ്റൽ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം കുറച്ച് പാടായിരുന്നു. അതായത് 2 പേരുടെയൊക്കെ ശരിയാവും, പിന്നെ 2 പേരുടെ ശരിയാവില്ല, ചിലപ്പോൾ 3 പേരുടെ ശരിയാവും. അങ്ങനെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലുലുവിലേക്ക് കയറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. ആദ്യമായിട്ടാണ് ലുലുവില് വരുന്നത്. ഇതിനു മുമ്പേ വ്ലോഗ് ഉണ്ട് ഈ ചാനലിൽ തന്നെ. എന്നാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രഷ് ആയിട്ടുള്ള സ്ഥലത്താണ് വരുന്നത്. അതെ, ഞാൻ ഇനി വ്ളോഗ് ഇടാത്തെന്ന് പറയാം. ലുലുവിന്റെ എൻ്റെ ഉള്ളിൽ 2 ലുലുവാ. എൻ്റെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇതേ സെയിം റിപ്പീറ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഇങ്ങനെ മറ്റേതുപോലെ ഇടാം. പിന്നെ ഗൈസ്, എൻ്റെ ഒരു ബാംഗ്ലൂരിന്റെ വ്ളോഗ് വരണ്ട, എനിക്ക് എഡിറ്റ് ചെയ്യാനാ ശരിയാവാത്ത. അങ്ങനെയല്ല, ഞാൻ ലാപ്പിൽ എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, ഞാൻ ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് ഇടുമ്പോൾ ഇപ്പുറത്തുള്ളതൊക്കെ അപ്പുറത്തോട്ട് പോകും. പിന്നെ ഭയങ്കര ശോകം. അപ്പൊ എനിക്ക് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാറില്ല. എനിക്ക് ലാപ്പിൽ എഡിറ്റ് ചെയ്യാൻ അറിയില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് പ്രാന്ത് കയറുന്നായിരുന്നു. അവിടെ ഒന്നാമത് സ്ഥലമില്ല, ഞങ്ങളുടെ PG-യിൽ ഭയങ്കര ശോകമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, വീഡിയോ ഒന്ന് കഴിഞ്ഞ കുറച്ച് നാളത്തെ വ്ളോഗ് പറഞ്ഞിരുന്നു ഇവിടെ നാട്ടിലുണ്ടാവില്ല എന്ന്. ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, ഇനി പോവില്ല, ഇനി പോവും. അങ്ങനെ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ റോസൊക്കെ വന്നോന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ റോസ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ടെസ്സ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവരെ തേടി പോവാണ്. വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോവാൻ, കാരണം വേറെ എങ്ങോട്ടും പോകാനില്ല. ഇനി ഇവിടെ നിന്ന് ഭക്ഷണം മേടിച്ച് നമ്മൾ മേളിൽ പോകും, എന്നിട്ട് ഇങ്ങനെ റൗണ്ട് വെച്ച് 2 ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ പോകും. ഇവിടെ ലുലുവിലൊന്നും ആരുമില്ല ഗൈസ്. ലുലുവിലെ ആൾക്കാരൊക്കെ എഴുന്നേക്കണുള്ളൂ. ഞങ്ങളതിന് മുമ്പെത്തി. ഇപ്പൊ തിരക്കില്ലാണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നു.
ഹായ് റോസ്, അതേ ബ്ലാക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ മിസ് ചെയ്തോ റോസ്? ഈ വീഡിയോ എടുക്കുകയാണോ? ഇപ്പൊ പറയും റോസിന് ചാടിയാന്ന്. എല്ലാവരും പറയണം റോസിന് ചാടിയത് വിഷയമില്ല. ബർത്ത്ഡേ വിഷസ് കയ്യൊന്നും തരാനല്ലേ ഉള്ളൂ. ചെറിയൊരു മാറ്റം ഗായ്സ്, നമുക്ക് പ്ലാനിന് ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ഇത്തവണ എന്താ എസ്കലേറ്ററിൽ പിടിച്ച ഇതിന് വൈഷ്ണവിക്ക് പേടിയാ. നമ്മുടെ പ്ലാനിന് ചെറിയൊരു മാറ്റമുണ്ട്. 10 മണിക്കൊന്നും ഈ എന്തുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു താഴത്തെ ഹൈപ്പർ മാർക്കറ്റ് തുറക്കാത്ത കാരണം, തുറന്നുണ്ട് ആരും ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ ലുലു കണക്റ്റിൽ പോയിട്ട് അല്ല ഫാഷൻ സ്റ്റോറിൽ പോവുക. വൈഷ്ണവിക്ക് എസ്കലേറ്റർ പേടിയാ. എനിക്ക് പേടിയില്ല ഗൈസ്, പക്ഷെ എസ്കലേറ്റർ കയറി ഫോൺ പിടിക്കാൻ എനിക്ക് പേടി. ഇതിന് മുമ്പത്തെ ക്ലിപ്പ് അവൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പേടിയാണോ അല്ലെന്ന്. കണ്ടിട്ടില്ല അതാ. അയ്യോ ഹായ് ഗൈസ്. ജോസിന് തന്നെയാണ് ഗൈസ്. ഇത് റോസ് വന്നു. റോസിന് ഒരു മാറ്റമില്ല. അവളുടെ പണ്ടത്തെ ആ ബ്ലാക്ക് ബനിയനും വെള്ള പാൻറ്റും ഇട്ട് വന്നേക്കുക. എനിക്ക് ജോലി ഇട്ടാണ്ട് ഞാൻ മാറിയല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ലുലു ഫാഷൻ സ്റ്റോറിൽ പോയിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ബാഗ് അതൊക്കെ നോക്കി. പക്ഷെ നോക്കൽ മാത്രമേ നടക്കുള്ളൂ, കാരണം നല്ല റേറ്റാണ്. ഇതൊന്നും വാങ്ങിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ അങ്ങോട്ട് നോക്കി. വേണോ? എത്ര റേറ്റ്? ഞാൻ വാങ്ങിച്ചു തരാന്ന് വെച്ചിട്ടാണ്. വേണമെങ്കിൽ വേണ്ട വേണ്ട ഓക്കെ. വൈഷ്ണവി ഇത് ട്രൈ ചെയ്യാൻ പോകണം. എനിക്ക് വേണ്ട ഗൈസ്, എനിക്ക് അത്യാവശ്യത്തിന് പൊക്കമുണ്ട്. പിന്നെ എനിക്ക് പൊക്കമുള്ളവരെ പോലെ അഹങ്കാരവും ഇല്ല ഹീൽസ് ഇടാൻ. ഇതിടും വൈഷ്ണവി, ഇതിട് ഇടി നോക്കാം. പൊക്കം വെച്ചാ നല്ല തിരിഞ്ഞേ ഇത് നല്ലതാടി. ലൂസായിരിക്കുമല്ലോ പക്ഷേ അതറിയില്ല. പിന്നെ നമ്മൾ നമ്മുടെ ടോയ് സെക്ഷനിലൊക്കെ പോയിട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതൊക്കെ അവർ കാണാണ്ട് വേണോട്ടോ എടുക്കാൻ, കാരണം അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ ബാർബി സെറ്റ്, കിച്ചൺ സെറ്റ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമില്ലേ, അവിടെയൊക്കെ പോയി ഇങ്ങനെ ചുമ്മാ നോക്കിയിട്ടോ. നല്ല രസമല്ലേ ഇതുപോലത്തെ ക്യൂട്ട് സാധനങ്ങൾ കാണാൻ. നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ്, കാരണം നമുക്കിതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. എത്ര വലുതായി എന്ന് പറഞ്ഞാലും ഈ ബാർബിയും അതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. ഇതാണോ ഇഷ്ടപ്പെട്ടത്? എനിക്കിത് നവീൻ്റെ കൊച്ചിന് എന്താ വക ഗിഫ്റ്റ്? ഇപ്പോഴേ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ മതി. അത് എപ്പോഴാണേലും ഉപയോഗിക്കാമല്ലോ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നൊസ്റ്റ് പഠിക്കുന്നുണ്ടോ? നമ്മൾ പണ്ട് ഇങ്ങനത്തെ സംഭവം കളിക്കാറില്ലേ? ഇതാർക്കാ ജോസ്ന? 3rd year. ജോസ്ന ഇതാർക്കാ? ഭയങ്കര സ്നേഹമുള്ള ചേച്ചിയാ. ഗൈസ് ഇതെങ്ങനെയുണ്ട്? ഇതെടുത്താലോ എന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ ബാഗൊക്കെ ഒന്ന് ടാഗ് ചെയ്യാൻ പോയിട്ട്, റോസിൻ്റെ വലിയ ബാഗായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ടാഗ് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പർ മാർട്ടിലേക്ക് പോയി. കാരണം നേരത്തെ ഹൈപ്പർ മാർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയല്ലോ, കാരണം നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ കയറാമെന്ന്. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഇത് പലതരം ബർഗേഴ്സും സാൻഡ്വിച്ചസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒന്നും എടുത്തില്ല. ടെസ്സമാർ ഇതിൽ നിന്ന് എടുത്തു കേട്ടോ സാൻഡ്വിച്ച്. ടെസ്സ മുടി കിട്ടിയാ? ഫോട്ടോ ഒന്നും ഇടാറില്ല. 1 മണിക്കൂർ മുമ്പ് വരാൻ തുടങ്ങിയതാ, ഒന്നും തരത്തില്ല. ഇത് 90-ന്റെ. ഇത് 2 മേടിച്ച് ഒരെണ്ണം മേടിച്ച് 2 പേര് ഹാഫ് ആക്കണം. അങ്ങനെ 3 സംഭവം. ഇത് മറ്റേ കോൾഡ് കോഫി. നമ്മൾ ആദ്യം തന്നെ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ 4 പേര്, ഞാനും റോസ് വയസ്സ്, ബാക്കി 4 പേര് കോൾഡ് കോഫി എടുത്തു. നമുക്ക് മാത്രം ജ്യൂസ് ഇല്ല, എന്താണെന്നറിയില്ല. മിൽക്ക് ഷേക്ക് അന്വേഷിച്ചിട്ട് ചെറിയ മിൽക്ക് ഷേക്ക് ഒന്നും കുറേ കടയിലില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടണില്ല ഗൈസ്. ഇത്ര നേരം തെരച്ചിലിൻ്റെ ഇടയിൽ ഫ്രഷ് ആയിട്ട് വാനില എടുത്തിട്ടുണ്ട്. നാല് സ്ട്രോബെറി ഇല്ലാണ്ടായിരുന്നു. അതന്നെ, എനിക്ക് സ്ട്രോബെറി ഫേവറേറ്റ്. എനിക്കും. നമ്മൾ എന്താണ് വാങ്ങിയത്?
ഫ്രഷ് വാനില ഷേക്കും അൽഫാമും ഇതുവരെ കഴിക്കാത്ത സാധനങ്ങൾ. പക്ഷെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇവിടുത്തെ നമ്മൾ ഇത്രയും സാധനങ്ങൾ കഴിക്കാൻ പോകുകയാണ്. വൈഷ്ണവിനെ കണ്ട ഇവിടെയാണ്. ഈ വൈഷ്ണവിനെ കണ്ട ഇങ്ങനെയൊന്നും തോന്നൂല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ കഴിക്കും. അപ്പം നമ്മളാണെങ്കിൽ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ മുകളിൽ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊക്കെ നമ്മൾ വീട്ടിലേക്കും വാങ്ങിച്ചു കേട്ടോ, ആ ഒരു കവറിൽ കാണുന്നതൊക്കെ. ഗൈസ്, ഞങ്ങൾ 6 പേര് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ ഇത്രയും. അതിൻ്റെ ബില്ലാണ് കേട്ടോ ഇത്രയും. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. ആൻഡ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യാം. അതായത് ഈ ഒരു പാർട്ട് ഓൺ വോയിസ് ആയിട്ട്, ലൈക്ക് പറയുന്ന വോയിസ് ആയിട്ട്. കാരണം ഇതാണ് ഇവിടെ പലതിലും തുടക്കം. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും കേട്ടോ. മുകളിൽ തിരക്കാവും. അത് ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ചിട്ട് വരാം. സീറ്റ് ഞങ്ങൾ രണ്ടുപേരും പോയി വാങ്ങിയിട്ട് വിൻഡോ സൈഡ് നോക്കി സീറ്റ് പിടിക്കണോ? ഞാൻ വന്നാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോകാട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ വലിയ കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റോസും ടെസ്സയും കൂടി ആട്ടോ പിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ ലിഫ്റ്റിലാട്ടോ കയറിയത്. കാരണം ഞാൻ ഇതുവരെ മറ്റേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിഫ്റ്റില്ലേ, ഗ്ലാസിൻ്റെ, അതിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അതിലാട്ടോ കയറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ പിസ്സ ഹട്ടിൽ ഒക്കെ കയറിയില്ല, നമ്മൾ ആ വഴിയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഇരിക്കുകയാണ്. സീറ്റ് പക്ഷെ റിസർവ്ഡ് ആണോന്നൊന്നും അറിയില്ല. അപ്പോൾ പ്ലേറ്റ് അതൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഫുഡ് കോർട്ടിൽ. നമ്മളിനി ജോസ്നേനെയും സാന്ദ്രേനെയും കൂടി വെയിറ്റ് ചെയ്യാണ്. അവരെന്തോ വാങ്ങിക്കാൻ പോയിക്കാണ്. ഞാൻ നേരത്തേലത്തെ ഒരു വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞില്ലായിരുന്നോ ഇതൊന്ന് നോട്ട് ചെയ്തേക്കാൻ, പലതിൻ്റെയും തുടക്കം അവിടെ നിന്നാണെന്ന്. അപ്പോൾ ആക്ച്വലി അത് അവരൊരു പ്ലാൻ നടത്തിയതാണ്. അപ്പോൾ എനിക്കും ടെസയ്ക്കും സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ October 3 ആയിരുന്നു കേട്ടോ. ടെസയുടെ ബർത്ത്ഡേ October 8 അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവർ ഒരു കേക്കൊക്കെ ഹൈപ്പർ മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജോസിനെയും സാന്ദ്രയും കൂടി രണ്ടാമത് അവിടെ കയറിപ്പോയത് കേട്ടോ. നമ്മളിപ്പോൾ വൈഷ്ണവിനെ ടെസ്സേനെ പറ്റിച്ച് കേക്ക് വാങ്ങാൻ വന്നേക്കാണ്. അവരുടെ ബർത്ത്ഡേൻ്റെ അവർ വിചാരിച്ച് ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്നായിരിക്കും, കാരണം കോളേജിലല്ലല്ലോ. പക്ഷെ നമ്മളത് വാങ്ങണം അല്ലേ? നമ്മൾ എന്നിട്ട് വാങ്ങിയത് കാണിച്ചു. നമ്മൾ കാരമൽ കേക്കാണ് വാങ്ങിയത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത്. ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. വൈഷ്ണവിക്ക് അറിയില്ല അപ്പോൾ എന്തായിരിക്കും എക്സ്പ്രഷൻ നോക്കാം. ടെസ്സയ്ക്കും അറിയില്ല. എനിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ്. നമ്മളവരെ തപ്പുകയാണ്, പക്ഷെ അവരെവിടെ നമുക്കറിയില്ല. ഇതിലെവിടെയോ ഉണ്ട്. ഏതോ ഒരു വിൻഡോൻ്റെ അടുത്തിരിപ്പുണ്ട് അവർ. അല്ലേ ജോസ്ന? ഹാപ്പി ബർത്ത്ഡേ. ചെയ്തിരുന്നോ നീയോ? ഞാൻ വേണ്ട വരണ്ട. എന്റെ കൂടെ സഹിച്ചില്ല. ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഇവര് സർപ്രൈസ് ആയിട്ട് തന്നതാട്ടോ. ഇത് എന്ത് കേക്കാ ഗൈസ്? കാരമൽ കേക്ക്. എങ്ങനെയുണ്ട്? ഞാൻ എടുത്തിന്റെ വീഡിയോ ഞങ്ങൾ വരണതൊക്കെ എന്നാ പിടിച്ച് ഫോട്ടോ എടുക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൈഷ്ണവി ആൻഡ് ടെസ്സ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതൊക്കെ എവിടേക്ക് എന്തൊക്കെ ബ്ലറൊക്കെയാണ് വന്നേക്കണേ. നീ നോക്കിയിട്ട് ഏതെങ്കിലും
ഇത് ഞാൻ സാന്ദ്രയും വാങ്ങിച്ച അൽഫാം. ഇത് റോസും ജോസിനെയും വാങ്ങിച്ച എന്താണ് റോസ്റ്റഡ് ചിക്കൻ വിത്ത് പെപ്സി. പിന്നെ ഷേക്ക്, ഇത് കോൾഡ് കോഫിയാണ്, ഇത് വാനില ഷേക്കാണ്. പിന്നെ നമ്മൾ സാൻഡ്വിച്ച്. ഈ 2 ഡെസന്മാരും 2 സാൻഡ്വിച്ചാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മളെല്ലാവരും കൂടിയും സിംഗർ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, സ്പൈസി സിംഗർ. നിന്റെ ബ്രോസ്റ്റ് എന്തേ? എന്റെയോ? നീ ഒരു കേക്കായിട്ട് അവിടെ ഇരിക്കണേ. ഗൈസ്, ഇവരുടെ സർപ്രൈസ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണ്, സാന്ദ്രയ്ക്ക് ബ്രോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങി പോയത്. അപ്പൊ സാധാരണ ഞാൻ വൈഷ്ണവിനെയാണ് എല്ലാ സമയത്തും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാറ്. പ്രശ്നങ്ങളൊക്കെ വിളിച്ചില്ല, ജോസിനെ വിളിച്ചിട്ട് പോയി. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ എനിക്കൊരു വിഷമം പോലെ വന്നു. ജോസിനെ എന്നെ വിളിച്ചില്ലല്ലോ. എന്നിട്ട് ഞാനാണെങ്കിൽ എടുത്ത് ചോദിക്കുകയും ചെയ്തു, ഞാൻ വരട്ടെ. അപ്പൊ ഞാൻ വരണോന്നോ അങ്ങനെ ചോദിച്ചു. വീടിൻ്റെ അടുത്തൊന്ന് വരണ്ടോന്ന് ഞാൻ വെച്ച് കുറെ നാളെല്ലാം കണ്ടിട്ട് വെറുതെ വഴിക്കിടന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ എങ്ങനെയുണ്ട്? ജോസിനെ കഴിച്ചു നോക്കിയാ എങ്ങനെയുണ്ട്? റോസ് ഗോതമ്പിന്റെ എന്തോ മാതിരി ഉണ്ടാവും. നല്ല എടി, ഞാൻ അവിടെ ഉണ്ടല്ലോ ഭയങ്കര ആശിച്ച് മോഹിച്ച് ഒരു നമ്മൾ വാഷ്റൂമിൽ വന്നേക്കായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴുകി നമ്മൾ കുറേ സ്ഥലങ്ങൾ കഴിച്ചു. ഈ വൈഷ്ണവി കുറേ കഴിക്കാണ്ട് ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ വന്നിട്ട് നമ്മുടെ കേക്ക് ബാലൻസ് ഉണ്ടായല്ലോ, അപ്പോൾ അതൊക്കെ കൂടി വീണ്ടും കഴിച്ചു കേട്ടോ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പ്രതിമേനെ പിടിച്ച് വലിക്കണൊക്കെ എല്ലാവർക്കും കാണിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും താഴെ ഈ കേക്ക് മിക്സിംഗ് ഇല്ലേ, ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറേ ഡിസൈനൊക്കെ അവർ വരയ്ക്കുകയാണ്. പിന്നെ മൂവി പ്രമോഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഏതൊരു സിനിമയുടെ മൂവി പ്രമോഷൻ ആയിരുന്നു. ബാലു വർഗീസ്, അർജുൻ അശോകൻ അവരുടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ വരുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ വൈകുന്നേരം 5 മണി എന്തോ ആണ് സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വൈഷ്ണവിയുടെ ചേട്ടൻ്റെ പെർഫ്യൂം വാങ്ങാൻ പോവാണ് ലുലു ഫാഷൻ സ്റ്റോറിൽ. അപ്പോഴാണ് ആദ്യം കയറി ഇറങ്ങി. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഫുഡ് കഴിച്ചപ്പോഴാണ് ചേട്ടൻ വിളിച്ചത് പെർഫ്യൂം വേണം. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങാം. നമുക്ക് നോക്കാം ഏത് പെർഫ്യൂമാണെന്ന്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇടുന്നതായിരിക്കും. എല്ലാവരും അത് സ്റ്റാറ്റസ് സ്റ്റോറിയിൽ പോയി കാണണം. അതെ, വൈഷ്ണവിയുടെ ചേട്ടനെ നമ്മൾ ക്ലാസ്സിക് എടുത്തു. നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇത് കണ്ടുപിടിച്ചത്. ബാക്കി വീട്ടിൽ അപ്പോൾ നമ്മുടെ ലുലുവിനോട് ബൈ പറയാൻ കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാവും ഞാൻ ഇതിൽ വരാത്തതിന്, ഈ വ്ളോഗിലൊന്നും. പക്ഷെ സാരില്ല, ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നമുക്കൊരു ദിവസം വൈഷ്ണവിയുടെ വീട്ടിൽ സർപ്രൈസ് ആയിട്ട് പോകുന്ന ഒരു വ്ളോഗ് ഉണ്ടാകും. അപ്പോൾ നമ്മളങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ ടെസ്സ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത്. ബാക്കി എല്ലാവരും മെട്രോയിലാണ്. അപ്പോൾ ഞങ്ങൾ അവൾക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് മെട്രോയിലൊക്കെ കയറി. പിന്നെ നമ്മൾ ആലുവ എത്തിയിട്ടോ. പിന്നെ അങ്ങനെ ആലുവ എത്തിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടിയത്. അപ്പോഴത്തേക്കും ഓരോരുത്തർ പോയി. അപ്പം ഞാനും ജോസിനെയും മാത്രമേ, അപ്പം അങ്ങനെ ജോസിനെയും പോയി. ഹലോ ഗായ്സ്, അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഓർത്ത വൈൻഡപ്പ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം തന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി കുറേ നാൾക്ക് ശേഷം മീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് എന്താ പറയുക, അവർ സർപ്രൈസായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. എൻ്റെ മാത്രമല്ല, എൻ്റെയും ടെസയുടെയും. എൻ്റെ ബർത്ത്ഡേ October 3-നായിരുന്നു.
ടെസയുടെ ബർത്ത്ഡേ വരുന്നുള്ളൂ October 8th. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ വരണ വഴിക്ക് ബസ്സിൽ വെച്ചിട്ടൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിലൊന്നും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്ര തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.